അങ്ങനെ ഡിവൈഎഫ്ഐക്കാര് പുതിയ സംഗീത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വിഷയം മറ്റൊന്നുമല്ല, ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം ആഘോഷിക്കരുതെന്ന്. ചേട്ടാ, ഇതിന് മുമ്പ് നടന്നത് ഇങ്ങനെയല്ലല്ലോ. ഓണം ആഘോഷിക്കൂ എന്ന് പറഞ്ഞതിനാണല്ലോ പ്രശ്നം. അപ്പോൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞതിനാണല്ലോ പ്രശ്നം. എന്തരായാലും കൊള്ളാം, ചവറുറക്കികളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. വാസ്തവത്തിൽ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യാൻ പോലും ഉള്ള ഒരു സംഗതിയല്ല എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഇവിടെ മതമനുസരിച്ചും മതമില്ലാതെയും മതം സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് വേണമെങ്കിൽ ആഘോഷിക്കാം, വേണമെങ്കിൽ ദൂരക്കളയാം. വേണമെങ്കിൽ ആഘോഷിക്കാം, നിർബന്ധം പിടിക്കാൻ പാടില്ല. നീ ഇത് ആഘോഷിച്ചേ മതിയാവൂ എന്ന് പറയാൻ പാടത്തില്ല. 1961 പട്ടം താണുള്ള അന്ന് തീരുമാനിച്ചൊരു തീരുമാനമാണ് ഓണം നമ്മളുടെ ദേശീയോത്സവമായിട്ട് നമ്മളങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും ഇത് ആഘോഷിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല. നിർബന്ധം എന്നെവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അത് നിർബന്ധമല്ല. പിന്നെ ഈ ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം. അവർ കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന അധ്യാപിക രക്ഷിതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് അധ്യാപിക എന്ന് പറയുന്നവർ പറയുന്നത്. വിവരങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്ത് അധ്യാപികയാണ് എന്നുള്ളതാണ്. ഇവരൊക്കെ അവിടെ പോസ്റ്റ് പിടിച്ചിരുന്ന ആൾക്കാരെ വേണം പറയാൻ. ഇപ്പോൾ ഓണമൊക്കെ ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതാണ് എന്നൊക്കെയുള്ളത് എന്റെ പുതിയ അറിവാണ് കേട്ടോ. ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്ക് വല്ല ചാൻസ് ഉണ്ടോ ഈ ഒരു ഓഡിയോ പുറത്തു? ഇവളെയാണ് അക്ഷരം തെറ്റാതെ അല്ലവലാതി ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ജേർണലിസ്റ്റേ അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരുടെ മതവിശ്വാസമുള്ള ആൾക്കാരോട് ഷെയർ ചെയ്ത ഒരു കാര്യത്തിനെ എടുത്തു വെച്ച ഒരു അധ്യാപികയായിട്ട് അവർക്ക് പറയാൻ പാടില്ല. ജഡ്ജി അമ്മയാണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ വീട്ടമ്മയാണ്. അവരുടെ ഒരു മതവിഭാഗത്തിലുള്ള ആൾക്കാരോട് അവർ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ എടുത്തു വെച്ചിട്ട് അവരുടെ ആ ഒരു എന്താ പറയണേ, അവർ ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ച് അവർ പഠിപ്പിച്ചു കൊടുക്കുകയല്ലല്ലോ. അവർ പറയുന്നത് എന്താണ്, അവരുടെ മതവിശ്വാസത്തിലുള്ള കുട്ടികളൊന്നും ഈ ഫംഗ്ഷന് പോകരുത്. അതെന്താ കുഴപ്പമിരിക്കുന്നേ? അവർക്ക് താല്പര്യമില്ല. എന്താ നിർബന്ധിച്ചോണം ഊട്ടിച്ച് ഞങ്ങൾ അടങ്ങൂളാം. ഞാൻ പറഞ്ഞുതരാം. തൃശൂർ പെരുമ്പിലാവിലുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രണ്ട് ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. 2 അധ്യാപകർ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ്. അതിൽ മറ്റൊരു തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല എന്ന് പഠിച്ചു വന്നിട്ടുള്ളത്. ഈ സ്കൂളിലും എല്ലാ മതത്തിലും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, ഓണത്തിന്റെ അന്ന് ഒപ്പന പാടി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കിത് ഞാനൊരു പിക്ചർ കണ്ടിട്ട് ഞാൻ തമ്മനയിൽ വെച്ചേക്കാം. അതിനകത്ത് യേശപ്പനെ കൊണ്ടുവന്ന് വയ്ക്കി. നമ്മുടെ വൈക്കത്തപ്പനെ കളഞ്ഞിട്ട് തൃക്കാക്കരപ്പനെ കളഞ്ഞിട്ട് യേശപ്പനെ കൊണ്ടുപോയി. എന്നാ നടക്കുമോ? നടക്കൂലല്ല. ഹൈന്ദവം തന്നെയാണ് ഓണം. ഹൈന്ദവ മതവിശ്വാസ പ്രകാരം നടക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഓണം. അത് ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് 1961 പട്ടം താണുപിള്ളയാണ്. അതുകൊണ്ട് ദേശീയോത്സവം. അല്ലാതെ അതിന് ഇസ്ലാമിക പരിവേഷമൊന്നുമില്ല, ക്രൈസ്തവ പരിവേഷവും ഇല്ല. ക്രിസ്ത്യാനികളും ഈ മുസ്ലിങ്ങളും അത് ആഘോഷിക്കണമെന്ന് ഒരു നിർബന്ധം നിങ്ങൾക്ക് പിടിക്കാൻ ഒക്കത്തില്ല. പിന്നെ അവർ ആഘോഷിച്ചാൽ പറ്റൂല എന്ന് നിങ്ങൾക്ക് പറയാനും ഒക്കത്തില്ല. കാരണം അത് ദേശീയോത്സവം ആയതുകൊണ്ട് അത് ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കാനും ഒക്കത്തില്ല. ദേശീയോത്സവം ആയതുകൊണ്ട് മാത്രം അവർക്കത് ആഘോഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇനി അവർ ആഘോഷിക്കരുതെന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കത്തില്ല. അതേപോലെ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയോ ക്രിസ്മസ് ആഘോഷിക്കുകയോ ചെയ്യുന്നതിന് അവർക്ക് വിലക്കാൻ ഒക്കത്തില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായി നിന്ന നല്ല സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ മേളിൽ നടക്കും. 2014 നമ്മളൊരു മാൻഡ്രേക്കിനെ പിടിച്ച് അവിടെ കുത്തിയിരുത്തിയില്ലോ ചായക്കാരനാ. അവൻ കയറി ഇരുന്നതിന്റെ കൂടുതലാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, പാർഷ്യാലിറ്റി അല്ലെങ്കിൽ പരസ്പരമായിട്ടുള്ള ഈ സ്പർദ്ധ വളരെ വളരെ വലുതായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം. ഇതിൽ ആ ടീച്ചറെ കുറ്റപ്പെടുത്തുന്നവർക്ക് വിവരവും ബോധവും ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ പറഞ്ഞത് കറക്റ്റാണ്. അവരുടെ വിശേഷമല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഷിർക്കാണത്. മറ്റു മതവിശ്വാസങ്ങളെ ആചരിക്കുക എന്ന് പറയുന്നത് ഷിർക്കാണ്. ഇത് ആചാരമാണെന്ന് വെച്ചാൽ ആചാരമല്ലേ. പിന്നെ അത്തപ്പൂക്കൾ എടുത്തു, അത്തം ചിങ്ങം 1 തൊട്ട് 10-ാം തീയതി 10 നാൾ വരെ അത്തം ഇടുന്നു. അത്തത്തിന് ശേഷം തൃക്കാക്കരപ്പന വയ്ക്കുന്നു.
ഇവിടെ കൊച്ചിയിലുള്ള തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ ഒരു ഇതാണ്, ഒരു ത്രികോണം പോലത്തെ ഒരു സാധനം കൊണ്ട് വയ്ക്കുക, അതാണ് തൃക്കാക്കര അപ്പൻ എന്നാണ് വിശ്വാസം. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. 10 ദിവസവും ഇതിടുന്നു, ചാണകം തളിച്ച് അതിനകത്ത് അങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ. ഓക്കെ, എന്ത് തന്നെ ആയാലും അപ്പോൾ അത് വെക്കുന്നു. എന്താണ് വിശേഷം? വാമനൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ പിന്നെ അസുര രാജാവായ മഹാബലിയെ ചവിട്ടി താഴ്ത്തി. വാമന ജയമാണ്, വാമന ജയന്തി എന്നാണ് പറയുന്നത്. ഓണത്തിന് വാമന ജയന്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇസ്ലാമികമാണോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആഘോഷിക്കാൻ നിർബന്ധം പിടിക്കാൻ നമുക്ക് അധികാരമില്ല എന്ന് ചുരുക്കം. ഓണാഘോഷം നടക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രം പങ്കെടുക്കരുത് എന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അധ്യാപിക ഇത്തരത്തിൽ ഒരു വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐയും സിപിഎമ്മും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഓഡിയോ സന്ദേശം പുറത്തു വന്നു, ഒരു പരാതി പോയിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഈ ഒരു ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ടോ? ഈ ഓഡിയോ സന്ദേശം വന്നതിന് ശേഷം സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞത്, പ്രിൻസിപ്പൽ പറഞ്ഞത്, തങ്ങൾ ഓണാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തും. ഈ ഒരു ഓഡിയോ സന്ദേശം അത് ഒരു തരത്തിലും സ്കൂളിന്റെ ഒരു അഭിപ്രായമല്ല, പ്രിൻസിപ്പലിന്റെ അറിവോടെയല്ല ഈ ടീച്ചർമാർ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ്. എന്തായാലും ഈ ഓഡിയോ പുറത്തു വന്ന വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ അതൊക്കെ സ്കൂൾ അധികൃതർ അങ്ങനെയൊക്കെ പറയുന്നതിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ആ സ്ത്രീ അവരുടെ മതവിശ്വാസത്തിലുള്ള ആൾക്കാരോടാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളെ വിടരുത്. നമ്മളെ കുട്ടികളെ വിട്ടാൽ എന്താണ്? അപ്പുറത്ത് കുറേ എണ്ണം നിൽക്കും, ഉസ്താദന്മാരെടുത്ത് വെച്ചിട്ട് പറയും പാടില്ല, ഇത് അനിസ്ലാമികമാണ് എന്ന് പറയും. അതേപോലെ അപ്പുറത്ത് വേറെ എക്സുകൾ കൊണ്ട് പറയും, കണ്ടോ ഉസ്താക്കന്മാരൊക്കെ ഫ്രോഡുകളാണ്, കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഈ കൂത്തും ബഹളത്തിന് എന്തിനു പോകണമെന്ന് വിചാരിച്ചിരിക്കും ആ പാവപ്പെട്ടോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ അതെന്ത് തന്നെ ആയാലും അവർ പറഞ്ഞതിൽ തെറ്റില്ല. അതിനെതിരെ ഡിവൈഎഫ്ഐ ഇറങ്ങി നിൽക്കുന്നതാണ് മ്ലേച്ഛം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഈ എല്ലാ ആചാരങ്ങളും ഇപ്പം ദീപാവലി നമ്മൾ പടക്കം പൊട്ടി ആഘോഷിക്കും. അങ്ങനെ ഓർത്തിലോട്ടൊക്കെ പോയാൽ ഭയങ്കര ഫംഗ്ഷനാണ്, ഭയങ്കര ഇതാ. വിജയദശമി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ആര്യന്മാരെ തോൽപ്പിച്ച ദ്രാവിഡന്മാരെ തോൽപ്പിച്ച ആര്യന്മാരുടെ വിജയത്തിനെയാണ് നമ്മൾ വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത്. അതേപോലെ നമുക്കിവിടെ വിഷു ഉണ്ട്. വിഷുവിന് അപ്പുറത്ത് തമിഴന്മാർക്ക് എന്തോ അതുപോലെ ഉണ്ട്. ഈ വിജയദശമിയൊക്കെ ഏകദേശം തമിഴന്മാരുടേതാണ്, പക്ഷെ നമ്മൾ ആഘോഷിക്കാറില്ലേ? വേണമെങ്കിൽ ആഘോഷിക്കാം, വേണ്ടെങ്കിൽ വിട്ടുകളയാം, അത്രയേ ഉള്ളൂ. ഒരാൾക്കും ഒരാളെ നിർബന്ധം പിടിക്കാനുള്ള ഒരു അധികാരവുമില്ല. സെക്കൻഡ് തിങ്, ഷിർക്ക് എന്ന് പറയുമ്പോൾ മറ്റു മതവിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്നത് തെറ്റാണ്. അത് ഭയങ്കര ക്രിമിനൽ കുറ്റമായിട്ടാണ് അവർ അംഗീകരിക്കുന്നത്. അപ്പം അടുത്ത വരുന്നു, ബാങ്ക് വിളി കേട്ടില്ലേ, അവർ ദൈവത്തിനെ പുകഴ്ത്തുന്നതാണ്, അത് നമ്മളൊക്കെ കേൾക്കുന്നു, അത് പ്രശ്നമാണ്, അത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നവർക്ക് ഇതൊരു വലിയൊരു സംഗതിയാണ്. ഷിർക്ക് എന്നാ അവർ പറയുന്നത്, ഇത് പ്രശ്നമാണെന്ന് പറയും. ഷിർക്കിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ, അതും കൂടെ കേട്ടോ, ലക്കും തീനിക്കും വലിയ തീ എന്ന് വെച്ചാൽ നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറയുന്നുണ്ട്. അത് നിനക്ക് വേണമെങ്കിൽ നീ നിന്റെ മതം കൊണ്ട് പോയിക്കോ, എനിക്ക് എൻ്റെ മതം. പണ്ടേ കളഞ്ഞതല്ലേ ഇവരുടെ അപ്പനപ്പന്മാരൊക്കെ, ഇത് വയ്യാന്ന് എടുത്ത് ദൂരെ കളഞ്ഞതല്ലേ ഈ മതവും ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രശ്നം. പിന്നെ നിങ്ങൾ അവരെ പിടിച്ച് അതിനകത്ത് കൊണ്ടിടുന്നത് എന്തിനേ? അവർക്ക് വേണ്ടാന്ന് പറഞ്ഞവർ ഇറങ്ങിപ്പോയതല്ലേ. ക്രിസ്ത്യൻസ് ആയിരുന്നാലും മുസ്ലിങ്ങളായിരുന്നാലും ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതല്ലേ. അവരവരെ വാടി നോക്കി പോട്ടെന്ന്. വേണമെങ്കിൽ ആഘോഷിക്കട്ടെ. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവരുടെ മതവിശ്വാസത്തിലുള്ള കുട്ടികളോട് പറഞ്ഞതിന് നിങ്ങൾ എന്ത് കേസ് കൊടുക്കുന്നതാണ്? എന്ത് കൊടുക്കുന്നതാണ്? എടുത്ത് കുപ്പയിലിടും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മതവിശ്വാസം എന്താണെന്ന് തിരിച്ചറിവില്ലാത്ത മതവാദികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ഞാൻ പറയും. ഈശ്വര വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സമാധാനപൂർവ്വമായ ചിന്താധാരയുള്ള ഒരു വിഭാഗമാണ് ഇസ്ലാമിയർ. എല്ലാത്തിലും മിതത്വം സൂക്ഷിക്കുന്നവരാണ്. അന്യന്റെ മുമ്പിൽ വെച്ച് അനാവശ്യമായി തൻ്റെ കുഞ്ഞിനെ ലാളിക്കുകയോ തൻ്റെ സമ്പത്തിൻ്റെ അഭിവൃദ്ധിയോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മയെ പറ്റി പറയുകയോ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു രീതിയിലുള്ള പ്രഹസനങ്ങളും കാണിക്കരുത്. നമ്മളുടെ എളിമ കാത്ത് സൂക്ഷിക്കണം. എളിമയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും നമുക്ക് എടുക്കാം. 2 പെരുന്നാളാണല്ലോ അവർ ആഘോഷിക്കുന്നത്. അവരുടെ നബിദിനത്തിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെയധികം വിശാല മനസ്കതയോടുകൂടി ആരും വീട്ടിലൊന്നും ഉണ്ടാക്കേണ്ട, അവിടെ പള്ളിയിൽ വെക്കും, നേർച്ച ചോറ് എല്ലാവർക്കും കൊടുത്തു വിടും. അതിൽ ഇന്ന മതമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒറ്റ ദിവസത്തെ ഫംഗ്ഷനാണ്, ദിവസങ്ങളോളം ആഘോഷിക്കാറില്ല. കാണം വിറ്റ് ഓണം ഉണ്ണണമെന്ന് പറയുന്ന ടൈമൊന്നും അവർക്കില്ല. അങ്ങനെ ഉള്ള സസറ്റെല്ലാം വിറ്റ് തൂർത്തടിച്ച് കുറേ ചോറ് നിന്ന് ഏമ്പക്കം വിട്ടിരിക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അതൊക്കെ ബ്രാഹ്മണന്മാരുടെ കളിയാണ്. ആന്മാർ കളിയൊന്നും അവർക്കില്ല. അവർ ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 30 ദിവസത്തെ നോയമ്പെടുക്കും. 30 ദിവസം ഫംഗ്ഷനല്ല, വളരെ തങ്ങളെ വളരെ രീതിയിൽ എങ്ങനെയെല്ലാം നമുക്ക് കട്ടുപാടായിട്ടിരിക്കാൻ, തമിഴാണ് അത്, മലയാളം എനിക്ക് അറിയത്തില്ല, ത്യാഗം എന്നാ പറയുക. അത്രത്തോളം നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, നമ്മളുടെ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് 30 ദിവസത്തെ പ്രയറിൽ ഇരുന്നിട്ട്
ഈ 30 ദിവസം കിട്ടിയാൽ 29 കിട്ടും, 30 കിട്ടും, 30 കിട്ടിയാൽ അന്ന് കിട്ടുന്ന ആ ഒരു വിശേഷ ദിവസം നമ്മൾ ആഘോഷിക്കുന്ന പിറയെ നോക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഭൂമിയും അതിനെ റിലേറ്റ് ചെയ്ത സംഗതികളൊക്കെ ബേസ് ചെയ്തിട്ട് അവരാഘോഷിക്കുന്ന ഒരു ആഘോഷം, അതിന് മിതത്വമുണ്ട്. ഈ 30 ദിവസത്തെ ഭക്ഷണിക്ക് ശേഷം ഒരു ദിവസം അവരൊന്ന് ഫംഗ്ഷൻ ആഘോഷിക്കുന്നു എന്നതിനപ്പുറം ചെറിയ പെരുന്നാൾ വളരെ ചെറിയ രീതിയിൽ തന്നെ തീർന്നു. ഇനി വലിയ പെരുന്നാളെന്ന് പറയും, അയ്യോ എന്ത് ഭയങ്കര സംഭവം എന്ന് പറയും. വലിയ പെരുന്നാൾ വലിയ സംഭവമൊന്നുമില്ല, ബലിയാണ്. അത് സ്വന്തം മകനെ ദൈവത്തിന് ബലിയർപ്പിച്ചതിൻ്റെ ഒരു ഓർമ്മ ദിവസമാണത്. ആ ഓർമ്മ ദിവസം അതുപോലെ ആൺമക്കളുള്ളവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നാണ് അവരുടെ വിശ്വാസ പ്രമാണം. ആ പ്രമാണത്തിനനുസരിച്ചിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷൻ, അതും ആഘോഷമില്ല. ഒറ്റ ദിവസം 1 ഡേ ട്രിപ്പാണ്, 5-6 ദിവസമില്ല. ലീവ് പോലും 3 ദിവസം കിട്ടാറില്ല. ഉണ്ടോ? നിർബന്ധിച്ചിട്ടുണ്ടോ? അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടോ? 10 ദിവസം ലീവ് വേണമെന്ന് പറയുന്നുണ്ടോ? ക്രിസ്മസ് 1 ഡേ ആണ്, എന്നാൽ പോലും 10 ദിവസം അവർക്ക് ലീവ് കിട്ടുന്നുണ്ട്. അതിന് ചണ്ട പിടിക്കുന്നുണ്ടോ ഇവർ? ഇല്ല. ഒരു ബഹളവും വെക്കാതെ മിതത്വവാദികളായ അവരുടെ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം ജനതയെ എന്തിനാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? അവരവരെ പാട് നോക്കി പോട്ടെന്ന് അവരവരുടെ മതവിശ്വാസത്തിലുള്ള കുട്ടികളോട് പറഞ്ഞതാണ്. അവരിനി ഈ വേഷം ഇട്ടുകൊണ്ട് വന്ന് കുട്ടികളല്ലേ പാട്ട് വയ്ക്കുമ്പോൾ കിടന്ന് കൂത്ത് കാണിക്കും, ഉടനെ ലവന്മാർ കളവും, അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ 4-3 പറയും. എല്ലാവരെയും നമുക്ക് വിലക്കാക്കത്തില്ലല്ലോ, പൊട്ടന്മാരായ കുറേ എണ്ണം ഉണ്ടല്ലോ, അവരുടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. ഇത് കേട്ട് ഉടനെ എച്ചിലുകൾ അതും എടുത്തുകൊണ്ട് ഇറങ്ങും. പിന്നെ എച്ചിലുകളെ കൂടെ കിടന്ന് ബാക്കിയുള്ളവർ അടി കൂടണം. ഇതൊന്നും കേൾക്കണ്ടല്ലോ, പോവാതിരുന്ന പ്രശ്നം കഴിഞ്ഞില്ലേ? ഓണം അവർ ആഘോഷിച്ചില്ല, പിന്നെ അവരെ പിടിച്ച് പുറത്താക്കിയൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ വരാം, പോകരുത് എന്ന് പറഞ്ഞത് അവരുടെ റിക്വസ്റ്റ് പോലെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവർ ഇത് പഠിക്കരുത്, ഇത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിമാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ ഇന്ന സിലബസ് എടുക്കരുത്, ഇന്ന സിലബസ് പഠിപ്പിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ്. അവർ പഠിത്തത്തിൻ്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. ഒരു ഫംഗ്ഷൻ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അത് ഓണം ആഘോഷമാണ്, അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എന്നാ പറഞ്ഞത്. ഇനി ഈ ബലിപ്പെരുന്നാളിനായാലും ചെറിയ പെരുന്നാളിനായാലും ശരി തന്നെ എവിടെയെങ്കിലും പിന്നെ ഉറിയടി മത്സരവും വടംവലി മത്സരവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്? ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓണം എന്ന് പറയുന്നത് ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെ ഒരു ആചാരം തന്നെയാണ്. അത് ഒരിക്കലും ഇസ്ലാമികമോ ക്രൈസ്തവർക്കോ ആഘോഷിക്കുന്ന സാധനമല്ല. അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേശീയോത്സവമായിട്ട് 1961 പട്ടം താണുപിള്ള പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം അവർ ആഘോഷിക്കുന്നു എന്നതിനപ്പുറം അതിനെ നമ്മളുടെ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ ഹൈന്ദവരായിരുന്നതുകൊണ്ടും നമ്മളുടെ ഉള്ളിൽ ആ ഒരു തൃഷ്ണത ഉള്ളത് കൊണ്ടും നമ്മളത് ആഘോഷിക്കുന്നു എന്നതിനപ്പുറം അതിന് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ കാണാൻ പറ്റും ഓണം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും സൗകര്യപ്പെട്ടെന്ന് വരില്ല. നിങ്ങൾ കാണാൻ പറ്റും ഓണം എന്തരാച്ചാ ഉണ്ണി, അവർ വേണ്ടാന്ന് വെച്ചാൽ അവരെ ജോലി നോക്കി പോട്ട്. ഈ ഫംഗ്ഷനുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എന്ന് അവർക്ക് അവരുടെ വിഭാഗത്തിലെ ആൾക്കാരോട് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതറിയത്തില്ലേ? മതം അനുസരിച്ച് ജീവിക്കാനുള്ള ഇത് അവർക്ക് കൊടുത്തിട്ടുണ്ട്, റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് ആണ് അവർ ഉപയോഗിച്ചത്. അതിനകത്ത് ഇത്ര ഇടന്ന് തളയ്ക്കാൻ തോന്നിയിരിക്കുന്ന ഒരു ഉന്തവും ഇല്ല. ഇനി ഈ പറയുന്ന രീതിയിൽ അവർക്കെതിരെ DYFI കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ കള്ളത്തരം ഞാൻ പറഞ്ഞുതരാം. ഈ 2014 ശേഷം ഒരു ചായവാലയാണല്ലോ ഈ കുഴപ്പം അത്രയും ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ഒരു പെണ്ണ് ഗുരുവായൂർ അമ്പലത്തിൽ കയറി കാലൊന്ന് നനച്ചു, അയ്യോ പ്രശ്നമായി, അവിടെ ശുദ്ധികലശം നടത്തുക, ഭരണഘടനാ വിരുദ്ധമായ ഒരു സംഗതി നടത്തുന്നതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ വേർതിരിവാണ് അവിടെ കാണിക്കുന്നതെന്നുള്ള ബോധമില്ലേ? ആ വേർതിരിവ് കാണിക്കുമ്പോൾ ആ 7 ഇലത്തെ അകരാതിയിൽ മറ്റൊരു പെണ്ണ് അവിടെ വരുമോ? ഈ ഹൈന്ദവർ ചിലർക്ക് ഇതിൽ വിശ്വാസമില്ലെന്ന്, ഇപ്പോൾ കൃഷ്ണനെ അല്ലല്ലോ ഒരുപാട് പേര് വിശ്വസിക്കുന്നവരുണ്ട്, അവർ അതിനകത്തോട്ട് വരുന്നില്ലെന്ന് വെച്ചാൽ കൂട്ടി പോകില്ലേ ബിസിനസ്? അതൊരു ബിസിനസ് പോലെയല്ലേ നടത്തുന്നത്, അത് കൂട്ടി പോകത്തില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വൈഡനായിട്ട് ചിന്തിക്കുക. ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് ടാക്ടിക്സ് നിങ്ങൾ വേറെ ആരുടെങ്കിലും കൊണ്ടുപോയി പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താ, പൂക്കടക്കാർ ഇപ്പം മ്ലേച്ഛന്മാർ മ്ലേച്ഛന്മാരതല്ലേ പറയണം, മ്ലേച്ഛന്മാർ പൂക്കടയൊക്കെ വിൽക്കും, പൂ വിൽക്കും, ഉടുതുണി വിൽക്കും, അതൊക്കെ വിൽക്കും, അതൊക്കെ ബിസിനസ്സാണ്. ആ ബിസിനസ് നടക്കും. അതിനപ്പുറം ഇത് ആഘോഷിക്കണം നിർബന്ധം പിടിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരാളടുത്തും അത് പറയാൻ ഒക്കത്തില്ല. വേണമെങ്കിൽ ആഘോഷിക്കും, വേണ്ടെങ്കിൽ അവർ മാറി നിൽക്കും. അവരത് മാറ്റി നിർത്തിയത് അവരുടെ നഷ്ടം. കാരണം ഞങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഓർമ്മകളാണ് ഓണം എന്ന് പറയുന്നത്. അയലത്തുനിന്ന് വരുന്ന പായസം, സാമ്പാർ, വീട്ടിൽ ഒരാഴ്ചത്തേക്ക് അവിയൽ, ഒന്നിനും കഷ്ടപ്പാടില്ല. കൂട്ടുകാരെ കൊണ്ട് നിറയും. വടംവലി മത്സരം, ആ മത്സരം, ഈ മത്സരം, സ്പൂണിനകത്ത് നാരങ്ങ വെച്ചിട്ട് ഓട്ട മത്സരം, എല്ലാവരും കുടുംബക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഒന്നിച്ചുകൂടി ഊഞ്ഞാലാട്ടം. എന്താ സന്തോഷം! പുതിയ ഉടുപ്പുകൾ, സന്തോഷക്കളരി, ലീവ് 10 ദിവസം. അർമ്മതിക തന്നെ. അത് അർമ്മതിക്കാൻ യോഗം ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ പറയുക. അത് അവിടെ പറഞ്ഞോട്ടെന്നേ. അതിനെ എടുത്തു വെച്ച് കേസ് കൊടുക്കാൻ നടക്കുന്ന മന്ദബുദ്ധികൾ, DYFI എന്ന് പറയുന്ന ആ ശങ്കി വാനരന്മാർക്ക് ഞാനൊന്നും പറയുന്നില്ല, ബോധമില്ല എന്നുള്ളത്. സംഘികളാണ് തൊടുന്നതിന് പിടിക്കുന്നത് കൊണ്ട് ഈ വ്രണക്കുരു പൊട്ടിക്കുന്നത്. ഈ വ്രണക്കുരു ഇവിടെ പൊട്ടൂല, ഏക്കൂല, ഏക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരു ന്യായവും ഇല്ലാത്തൊരു സംഗതിയാണ്. ഒരു ബോധവും ഇല്ലാത്തവരാണ് ഇതിനെ തൂക്കിക്കൊണ്ട് നടക്കുന്നത്. നമുക്ക് എല്ലാ ഫംഗ്ഷൻസും ആഘോഷിക്കാം, വേണ്ടാന്നും വെക്കാം, രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. വാമന ജയന്തിയാണിത്. വാമനൻ എന്ന ബ്രാഹ്മണൻ നരധമൻ എന്ന് അവർ അവകാശപ്പെടുന്ന അസുര രാജാവായ മഹാബലിയെ ചവിട്ടി അങ്ങോട്ട് താത്തു പാതാളത്തിൽ. ഇതാണ് ആ കഥ അല്ലേ? വ്യത്യാസം വല്ലതും ഉണ്ടാ?
തൃക്കാക്കരൻ അപ്പനെ വെച്ചിട്ട് തൊഴുന്നു. എല്ലാം വീട് വൃത്തിയാക്കി ഉത്രാടപ്പാച്ചിലും ഒക്കെ നടത്തി ആകെ ജഗബോഗ ബഹളം വെച്ച് വീടൊക്കെ ക്ലീൻ ചെയ്ത് ബന്ധുക്കളെല്ലാവരും കൊണ്ടുവന്ന് എല്ലാവരും ചേർന്നിരുന്ന് 10ഉം 15ഉം കൂട്ടം കറിയും പായസവും ഒക്കെ വെച്ച് മൃഷ്ടാന ഭോജനവും കഴിച്ച് കളിച്ച് പാടി കൂട്ടുകൂടി ഇരിക്കുന്ന നല്ലൊരു ഫംഗ്ഷൻ. അത് നിങ്ങൾ ആഘോഷിക്കട്ടെ. അത് ആഘോഷിക്കാൻ യോഗം ഇല്ലാത്തവർ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതൊക്കെ ഒരു വാർത്തയാണോ? ഇതൊക്കെ വാർത്ത ആക്കുന്നവരെ വേണം തല്ലാനായിട്ട്. എന്തോ ഒരു കൗതുകത്തോടെ ജേർണലിസ്റ്റ് പറയുന്നുണ്ട് ഇവളെയൊക്കെയാണ് ആദ്യം അടിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചില നമ്മളെ ജോബിന് ഒരു എത്തിക്സ് ഉണ്ടാവണം, അതിന് നിഷ്പക്ഷത ഉണ്ടാവണം. ഇതും മനസ്സിലാക്കണം, അതും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഭരണഘടനയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു മതേതര രാജ്യമാണ് ഗായ്സ്. ഇതിനകത്ത് ഇന്ന ഫംഗ്ഷൻ ഇന്ന ആഘോഷിക്കണ്ട എന്ന് പറയാൻ ആർക്ക് റൈറ്റ്സ് ഇല്ല. അതെല്ലാവർക്കും ആഘോഷിക്കാം, വേണ്ടാന്നും വെക്കാനുള്ള അധികാരമുണ്ട്. മറ്റു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച്, അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ആളിക്കരുതെന്നും, മറ്റ് പണമില്ലാത്ത പാവങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മളുടെ പണത്തിന്റെ പുകഴ്ത്തൽ പറയാൻ പാടില്ലെന്നും, മറ്റുള്ളവരുടെ മുമ്പിൽ ആഭരണങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ മോഹിപ്പിക്കാനും അവർക്ക് നിരാശ ഉണ്ടാക്കാനും അസൂയ ഉണ്ടാക്കുന്ന തക്കവണ്ണം നമ്മൾ പെരുമാറരുതെന്നും മിതത്വം പാലിക്കണമെന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ജനത ഇതൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കും. അവർക്ക് ഈ ആർഭാടവും ബഹളവും കൂത്തും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അത് ഇഷ്ടപ്പെടുന്നവർ ചെയ്തോ, അവർക്ക് താല്പര്യമില്ല, അത് അവരുടെ റൈറ്റ്സ് ആണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ബർത്ത്ഡേ പോലും ആഘോഷിക്കാറ്, പിള്ളേരുടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ബഡ്ജറ്റ് ഒത്തൂരില്ല. അപ്പം ഞാനത് പറയുന്നതാണ് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പാടില്ല. അതൊക്കെ നമ്മളൊരു ചട്ടം ഉണ്ടാക്കി വെക്കുന്നതാണ്, അല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടെന്നുള്ളത് കൊണ്ടല്ല. പക്ഷേ അതേസമയം എൻ്റെ ഇളയതുങ്ങളെ മൂത്തങ്ങളൊക്കെ വീട്ടിൽ പോയാൽ അയ്യോ ഭയങ്കര കല്യാണം കഴിക്കുന്നതാണ് ആഘോഷിക്കുന്നതാണ്, 4-5 കേക്കൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നതാണ്. ഒരു കേക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത പാവം ഞാൻ നോക്കി വെള്ളം ഉറങ്ങിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ മാനദണ്ഡം, ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ്. അതിനപ്പുറം ഇതിനൊന്നും ഒരു മൂല്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്മസ് വേണമെങ്കിൽ ആഘോഷിക്കാം. ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒരാളുടെ ഒരു ജാതീയത മതപരമായ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പാടില്ല. ഇതൊരു മതേതര രാജ്യമാണ്. എവരിവൺ ഈസ് ഈക്വൽ. അവരുടെ ഈ ഫംഗ്ഷൻ ദേശീയോത്സവം ആയതുകൊണ്ടാണ് ഈ അത്തപ്പൂക്കളോ അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളും ഗവൺമെൻറ് സെക്ടറുകളിലുള്ള ഓഫീസുകളിലും മറ്റും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, അത് സമ്മതിക്കത്തില്ല. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഒരു മതത്തിനെ മാത്രം ഹൈപ്പ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പിന്നെ ക്രിസ്മസ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പുൽക്കൂട് വെച്ചപ്പെടുത്ത് കുപ്പയിലിട്ടത് കണ്ടോ, അത് ചെയ്യും. അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. കോമൺ സെൻസ് ഉള്ളവർ ഇതെന്താ കുഴപ്പമൊന്നും പോലും ചോദിക്കത്തില്ല. ആ ടീച്ചർ അവരുടെ ഭാഗത്ത് ശരിയാണ്. അവരുടെ സമുദായത്തിലുള്ള കുട്ടികളോട് അവരുടെ സമുദായം പറയുന്ന ഒരു കാര്യം അവിടെ അവതരിപ്പിച്ചു. അവർ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്തവനെ അവർ തൂക്കിക്കൊല്ലത്തില്ല. സ്കൂൾ അധികൃതരല്ല അത് പറഞ്ഞിട്ടുള്ള, പ്രിൻസിപ്പൾ അത് പറഞ്ഞിട്ടില്ല, അവരുടെ ഒരു ഇതിനകത്തും അത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ആ സ്കൂളിൻ്റെ പേരൊക്കെ എടുത്തു വെച്ച് പറഞ്ഞ് എന്തൊക്കെ ആക്കുന്നത്? ഈ പെങ്കൊച്ച് അവിടെ ഇറങ്ങി ഉടനെ പുണ്യാഹം തളിക്കാൻ നിങ്ങൾ വെപ്രാളപ്പെട്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ആ വിഭാഗീയത കൊള്ളായിരുന്നു. അത് മറ്റു കമ്മ്യൂണിറ്റിയിലെ പെണ്ണാണ്, അവർക്ക് അബദ്ധം പറ്റിയെന്ന് അവൾ സോറി വരെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ നിങ്ങൾ പുണ്യാഹം തളിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ അവർ ചിന്തിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് വേദനിക്കുന്നത്? നിങ്ങൾക്ക് ചിന്തിക്കുക അല്ലയോ, അത് കുഴപ്പമില്ലല്ലയോ, അപ്പുറത്തുനിന്ന് ചിന്ത വന്നപ്പം പ്രശ്നമായില്ലയോ, അയ്യോ അത് വല്ലാത്ത കാരണം ഇല്ലയോ ആണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വിഷയം ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചതല്ല, ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രം ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്.